നമസ്കാരം. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാറില്ല. അപ്പോ ഈ സങ്കീർണമായ ആശയത്തിന്റെ പല വശങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും, അതായത് നിങ്ങൾക്കും എനിക്കും, അടിസ്ഥാനപരമായി എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ എന്താണ് അർഹിക്കുന്നത്? അത് സുരക്ഷയാണോ? അത് സ്വാതന്ത്ര്യമാണോ? ചിലപ്പോ ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, അല്ലേ? ഈ ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്നാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചകൾ തുടങ്ങുന്നത്. അപ്പോ ഈ ചർച്ചയൊക്കെ തുടങ്ങണമെങ്കിൽ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നത്? നമുക്കതിന്റെ ഏറ്റവും ബേസിക്കായ നിർവചനത്തിലേക്ക് കടക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചു, അത് മാത്രം മതി. ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതാണ് മനുഷ്യാവകാശങ്ങൾ. നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്, ഏതു ഭാഷ സംസാരിക്കുന്നു, നിങ്ങളുടെ നിറം എന്താണ്, ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, സിമ്പിൾ. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. ശരിക്കും ഈ അവകാശങ്ങൾ സാർവത്രികമാണോ? അതായത്, ഒരു നാട്ടിൽ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരു നാട്ടിലും ശരിയാകണോ? ചില അവകാശങ്ങൾക്ക് മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങളാണ് ലോകത്തെ രണ്ട് തട്ടിലാക്കുന്നത്. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തുകയാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? ഒരാൾക്ക് ഇഷ്ടമുള്ളതെന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിനോ, അതോ ആ സംസാരം കാരണം ഒരു സമൂഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനാണോ? കണ്ടോ, ഒരു വ്യക്തിയുടെ അവകാശവും ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നല്ലതും തമ്മിലുള്ള ഈ ഒരു വടംവലിയില്ലേ, അതാണ് ലോകത്തെ രണ്ട് പ്രധാന ചേരികളായി തിരിക്കുന്നത്. അതെ, ഇതാണ് ആ അടിസ്ഥാനപരമായ വ്യത്യാസം. ഒരു സൈഡിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന പാശ്ചാത്യ കാഴ്ചപ്പാട്. മറ്റേ സൈഡിലോ അല്ല, സമൂഹത്തിന്റെ കെട്ടുറപ്പും എല്ലാവരുടെയും കൂട്ടായ നല്ലതുമാണ് പ്രധാനം എന്ന് പറയുന്ന മറ്റു കാഴ്ചപ്പാടുകളും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാഴ്ചപ്പാടിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അതായത്, പാശ്ചാത്യ തത്വചിന്തയിൽ നിന്നുവരുന്ന ഈ വ്യക്തിക്ക് പ്രഥമസ്ഥാനം എന്ന ആശയം എന്താണെന്ന് നോക്കാം. ഈ കാഴ്ചപ്പാടിന്റെ ഏറ്റവും കോർ ഐഡിയ ഇതാണ്: ഒരു ഭരണകൂടത്തിന് ഒരുപാട് അധികാരമുണ്ട്. ചിലപ്പോൾ ആ അധികാരം അവർ ദുരുപയോഗം ചെയ്തേക്കാം. അപ്പോ അതിൽ നിന്ന് സാധാരണക്കാരനായ ഒരു പൗരനെ സംരക്ഷിക്കാൻ ചില ഉറപ്പുകൾ വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ ഒരാളെ പിടിച്ച് ജയിലിലിടാൻ പറ്റരുത്. കണ്ടോ, ഇവിടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും വലിയ വില. അപ്പോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ചില പ്രത്യേകതരം അവകാശങ്ങൾക്ക് മുൻഗണന കിട്ടും, അല്ലേ? ഉദാഹരണത്തിന്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്. പിന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ആശയം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് ഈ ഒരു മോഡലിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളായിട്ട് വരുന്നത്. ശരി, ഇനി നമുക്ക് നേരെ മറുവശത്തേക്ക് പോകാം. ഈ സമൂഹത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണ് തികച്ചും വ്യത്യസ്തമായൊരു ചിത്രം നമുക്ക് മുന്നിൽ വരച്ചിടുന്നത് എന്ന് നോക്കാം. ഇവിടെ ചിന്ത നേരെ ഓപ്പോസിറ്റാണ്. വ്യക്തിയെന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ടുതന്നെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നല്ലതിനായിരിക്കണം എപ്പോഴും മുൻഗണന. വെറും അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല, സമൂഹത്തോട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള കടമകളെക്കുറിച്ചും ഈയൊരു കാഴ്ചപ്പാട് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈയൊരു ആശയം ഏറ്റവും മനോഹരമായി പറയുന്നൊരു വാക്കുണ്ട്, ആഫ്രിക്കൻ തത്വചിന്തയായ ഉബുണ്ടു. അതിന്റെ അർത്ഥമെന്താന്ന് വെച്ചാൽ, ഞാനുള്ളതുകൊണ്ട് നമ്മളുണ്ട് എന്നാണ്. അതായത്, എന്റെ നിലനിൽപ്പ് തന്നെ ഈ സമൂഹം ഉള്ളതുകൊണ്ടാണ്. ഞാനെന്ന് പറയുന്നത് നമ്മൾ എന്ന വലിയൊരു ആശയത്തിന്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രം. എന്ന് ഭംഗിയുള്ള ആശയമാണല്ലേ? അപ്പോ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനാണ് മുൻഗണനയെങ്കിൽ സ്വാഭാവികമായും പ്രധാനപ്പെട്ട അവകാശങ്ങളുടെ ലിസ്റ്റും മാറും, അല്ലേ? അവിടെ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യത്തേക്കാൾ ഒരുപക്ഷെ ആ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം. ഉദാഹരണത്തിന്, ഒരു രാജ്യത്തിന് ഒരുമിച്ച് വികസിക്കാനുള്ള അവകാശം, അവിടുത്തെ ഓരോ ആൾക്കും ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ കിട്ടാനുള്ള അവകാശം, സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം, ഇതൊക്കെയാണ് ഈയൊരു കാഴ്ചപ്പാടില് ഏറ്റവും ഫൗണ്ടേഷണലായിട്ട് കണക്കാക്കുന്നത്. അപ്പോ നമുക്ക് കാര്യം വ്യക്തമായി. രണ്ട് തരം കാഴ്ചപ്പാടുകളുണ്ട്. ഇനി
ഈ വ്യത്യാസങ്ങൾ പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമുക്കിവയെ രണ്ടിനെയും ഒന്ന് നേർക്കുനേർ വെച്ച് താരതമ്യം ചെയ്തു നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. വ്യത്യാസം വളരെ ക്ലിയർ അല്ലേ? ഒന്നില് വ്യക്തിക്കാണ് ഫോക്കസ്, മറ്റേതില് സമൂഹത്തിന്. ഒന്നിന്റെ അടിസ്ഥാനം മതേതര ചിന്തകളാണെങ്കിൽ മറ്റേതിന്റേത് സാംസ്കാരിക പാരമ്പര്യങ്ങളാണ്. മുൻഗണനകളും അതുപോലെ തന്നെ. ഏറ്റവും രസകരമായ കാര്യം ഭരണകൂടത്തെ കാണുന്ന രീതിയാണ്. പാശ്ചാത്യ കാഴ്ചപ്പാടിൽ ഭരണകൂടം ചിലപ്പോൾ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്നാൽ മറ്റേ കാഴ്ചപ്പാടിലോ ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണം, ആരോഗ്യം ഇതൊക്കെ ഉറപ്പാക്കേണ്ട ഒരു സംരക്ഷകനാണ് ഭരണകൂടം. ശരി, അപ്പം നമ്മൾ രണ്ട് തീർത്തും വ്യത്യസ്തമായ ആശയങ്ങൾ കണ്ടു. ഇനി ചോദ്യം ഇതാണ്, ഇത് രണ്ടും തമ്മിൽ ഒരുമിപ്പിക്കാൻ വല്ല വഴിയുമുണ്ടോ? ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കുമിടയിൽ ഒരു പാലം പണിയാൻ പറ്റുമോ? ആധുനിക ലോകം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാലേ, ഒന്നുകിൽ വ്യക്തി അല്ലെങ്കിൽ സമൂഹം എന്ന രീതിയിലുള്ള ഒരു കടുംപിടുത്തം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതിനപ്പുറം ഇവ രണ്ടിനെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്നത്. തീർച്ചയായും ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ മാറ്റമൊന്നുമല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ചർച്ചകളുടെ ഫലമാണിത്. നോക്കൂ, 1948 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്തത് വ്യക്തിയുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്കായിരുന്നു. പക്ഷെ കാലം മുന്നോട്ടു പോയപ്പോൾ 1981 വന്ന ആഫ്രിക്കൻ ചാർട്ടർ പോലുള്ളവ സമൂഹത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും വ്യക്തിയുടെ കടമകളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സംഭാഷണം പതിയെ പതിയെ കൂടുതൽ വിശാലമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇന്ന് ലോകമെത്തി നിൽക്കുന്ന ഒരു കോമൺ ഗ്രൗണ്ട് ഒരുപക്ഷെ ഇതായിരിക്കാം. ഈ രണ്ട് തരം അവകാശങ്ങളും, അതായത് വ്യക്തിയുടേതും സമൂഹത്തിന്റേതും, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒന്നില്ലാതെ മറ്റേതിന് നിലനിൽപ്പില്ല. ഒന്നാലോചിച്ചു നോക്കൂ, സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല, പക്ഷേ ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട്. ആ ലോകം പൂർണ്ണമാണോ? ഇനി നേരെ തിരിച്ച്, ഇഷ്ടം പോലെ സംസാരിക്കാം, പക്ഷേ വിശപ്പടക്കാൻ ഒരു വഴിയുമില്ല. ആ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് കാര്യം? രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിൽ കൊണ്ടാണ് നിർത്തുന്നത്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാതെ സമൂഹത്തിന്റെ ഐക്യം നിലനിർത്താൻ പറ്റുമോ? സമൂഹത്തിന്റെ നന്മയുടെ പേരിൽ ഒരു വ്യക്തിയെ അടിച്ചമർത്താതെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയുമോ? അങ്ങനൊരു ബാലൻസ്ഡ് ലോകം സാധ്യമാണോ? ഇതിന്റെ ഉത്തരം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ഒരു സംഘടനയുടെയോ കയ്യിലല്ല. അത് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവസാനിക്കാത്ത ചർച്ചയാണ്, ഒരു അന്വേഷണമാണ്.